എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ആരുടെ അടുത്തിരിക്കുന്നുവോ അവരുടെ ഹൃദയത്തിലൊരു സ്നേഹമുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് നമ്മിലേക്കും വരും. നമ്മുടെ അടുക്കിലിരിക്കുന്ന ഒരാൾക്ക് ഒരു നെഗറ്റീവ് എനർജി ആണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മിലേക്കും വരും. പക്ഷെ ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്നത് ഹൃദയത്തിൽ ഒത്തിരി സ്നേഹമുള്ള ഒരു സ്നേഹഗായകൻ, പ്രിയ ബഹുമാനപ്പെട്ട ജോസ് കളപ്പുരക്കൽ അച്ഛൻ്റെ ഒപ്പമാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളും അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛൻ്റെ മനോഹരമായ ഗാനങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ഈ എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ജോസച്ച, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമായിരിക്കുന്നല്ലോ അച്ഛാ? സുഖമായിരിക്കുന്നു. അച്ഛനെ സുഖം തന്നെയല്ലേ? ഓ, സുഖമായിരിക്കുന്നു അച്ഛാ. അച്ഛൻ്റെ ഒരു വൈബ് രസമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു എനർജി, നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ ഒരുമിച്ച് ശുശ്രൂഷ നടത്തിയപ്പോഴുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ അച്ഛനെ കാണുമ്പോൾ തന്നെ ഉള്ളിലേക്ക് വരികയാണ്. ആ സന്തോഷമൊക്കെ അയവർക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡും പതിവ് പോലെ തന്നെ ഒരു ഗാനത്തോടെ അച്ഛൻ്റെ സുന്ദരമായ ശബ്ദത്തിൽ ഒരു ഗാനം നമുക്ക് കേട്ടുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കാം. ഇപ്രകാരം ഒരു വൈബ് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നന്ദി പറയുന്നു. അതിന് ഒരു കാരണക്കാരൻ അച്ഛനും കൂടിയാണ്. അച്ഛനും നല്ല പോസിറ്റീവ് വൈബുള്ള ഒരാളാണ്. അപ്പോൾ നമുക്കൊരു അച്ഛൻ പറഞ്ഞ ഒരു ഗാനത്തിലേക്ക് പോകാം. ഏത് ഗാനം വെച്ചാൽ? എനിക്ക് തോന്നുന്നത് ഈ ഗാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സസ്പെൻസ് പോവും. അതുകൊണ്ട് കേരളക്കരയാകെ പിടിച്ചു കുലുക്കിയ ഒരു ഗാനമാണ്. ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും ബെസ്റ്റ് ഭക്തിഗാനം ഏതാണെന്ന് ചോദിച്ചാൽ, ഭക്തിഗാനം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ഒരുപാട് ഗാനങ്ങളുണ്ട്. എങ്കിൽ പോലും മേൽക്കൈയുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പേരുണ്ട്. കെസ്റ്റർ ആലപിച്ച ഒരു സുന്ദരമായ ഒരു ഗാനമാണ്. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ
നാളുകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഞാൻ ഏകരാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാൻ ഏകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ജോസച്ച മനസ്സും ഹൃദയവും നിറഞ്ഞു കേട്ടോ. ഈ പാട്ട് എപ്പോഴൊക്കെ കേൾക്കുന്നത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അത്ര ഒന്നുമല്ലാത്ത നമ്മളെ എന്തുമാത്രമാണ് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ബലഹീനരും കുറവുള്ള നമ്മളെയൊക്കെ ഉയർത്തിരിക്കുന്നല്ലേ അച്ഛാ? തീർച്ചയായിട്ടും. മനോഹരം, അസാധ്യമായിട്ട് അച്ഛൻ പാടി കേട്ടോ, വളരെ മനോഹരം. താങ്ക് യു അച്ഛാ. എല്ലാം ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇത് മനോജ് ഇലവുങ്കൽ അദ്ദേഹത്തിൻ്റെ വരികൾ, അതുപോലെ നെൽസൺ പീറ്റർ, കെസ്ത്രേട്ടൻ്റെ അല്ലേ സുന്ദരമായ ശബ്ദം. നമുക്കിനി അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അച്ഛൻ പ്രത്യേകിച്ച് ഇപ്പം ഡിപ്പോളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ ബോംബെയിലേക്കാണ് പോയത് അല്ലേ? താബോർ ധ്യാന കേന്ദ്രത്തിൽ. അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ. താബോർ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന 6 ഭാഷകളിലുള്ള ധ്യാനങ്ങൾ നടക്കുന്ന സഭയുടെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനകേന്ദ്രം കൂടിയാണ് അല്ലേ എന്ന് പറയാം. അപ്പോൾ അവിടെ മെയിനായിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, മലയാളം, തമിഴ്, കൊങ്കിണി ഇത്രയും ഭാഷകളിലാണ് അവിടെ ധ്യാനങ്ങൾ നടത്തുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാ ആഴ്ചയും ധ്യാനമുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും അവിടെ
ഇംഗ്ലീഷും ഹിന്ദിയും ധ്യാനമുണ്ട്. അച്ഛാ അതിനുശേഷമാണ് അച്ഛൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത് അല്ലേ? സത്യത്തിൽ അച്ഛൻ താബോറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആക്ച്വലി താബോറിൽ ചെന്നതിന് ശേഷമാണ്, താബോറിൽ പോകാൻ തയ്യാറായതുകൊണ്ടാണ് ആഫ്രിക്കയിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടുന്നത്. കാരണം അവിടെ എല്ലാം ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം അവിടെയുള്ള ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞാൽ ഫാദർ മാർട്ടിൻ ചിറ്റടി, അദ്ദേഹമാണ് എന്നെ ഒരുപാട് സഹായിച്ചത് ഈ വിദേശങ്ങളിലൊക്കെ പോകാനും അവിടെ ധ്യാനങ്ങളൊക്കെ നടത്താനും. അപ്പോൾ റിവാണ്ടയിൽ പോയി, പിന്നെ കെനിയയിൽ പോയി. റിവാണ്ടയിൽ തന്നെ ഞാനൊരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഇംഗ്ലീഷ് ധ്യാനങ്ങളാണ്, ഡെയിലി പ്രോഗ്രാം. പിന്നെ കെനിയയിൽ സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാനത്തിനും ഇതെല്ലാം പോകാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത് ഞാൻ താബോറിൽ പോയതുകൊണ്ടാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ താബോറിൽ സത്യം പറഞ്ഞ ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തതാണ്. അതിനെ ദൈവം അനുഗ്രഹിച്ചു. അതനുഗ്രഹിച്ചു. അവിടുത്തെ ശുശ്രൂഷ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത്രമേൽ അല്ലേ വലിയൊരു ശുശ്രൂഷ. ആഫ്രിക്ക എന്ത് പറയുന്നത് വെച്ചാൽ അവിടുത്തെ അനുഭവം? ആഫ്രിക്കയിൽ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ അവിടെ നല്ല തീക്ഷ്ണമായ വിശ്വാസമുള്ള ഒരു സമൂഹമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രാർത്ഥനകളും സമർപ്പണവും ഒക്കെയാണ്. അവരൊരു ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ തോന്നും. പിന്നെ അവരുടെ സംഗീതം എന്ന് പറയുന്നത് മാസ്മരികമായ സംഗീതമാണ്, മാസ്മരികമായ സംഗീതം. ഇപ്പോൾ ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ നമ്മൾ പല ഭാഷകൾ, കെനിയയിൽ മാത്രമേ ഇംഗ്ലീഷ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ റിവാണ്ടയിലായിരുന്നു. ഞാൻ വിസിറ്റിങ്ങിനാണ് കൂടുതലും പോയിട്ടുള്ളത്. ഇപ്രാവശ്യം അപ്പോയിൻമെൻറ്റിൻ്റെ അടുത്ത് പോയെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ വന്നു. എങ്കിലും അവിടെ ഒരു 3-4 മാസം പ്രവർത്തിച്ച പല സമയങ്ങളിലായി പ്രവർത്തിച്ച അനുഭവം എന്ന രീതിയിൽ ഇവരുടെ മ്യൂസിക് എന്ന് പറയുന്നത് അവരെടുക്കുന്ന ഒരു ആക്ഷനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ നമ്മൾ ഒരാളോട് ഒരു പാട്ട് പാടാം അല്ലെങ്കിൽ ഒന്ന് കൈയടിക്കാനൊക്കെ പറഞ്ഞ് 10 പ്രാവശ്യം പറയേണ്ടി വരും. ഇതൊന്നല്ല, പാട്ടിൻ്റെ ഋതം കേട്ടാൽ അവരങ്ങ് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ആക്ഷനൊക്കെ എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു പ്രത്യേക 2 കൈയും അങ്ങോട്ടും അവരുടെ ബ്ലഡിലുണ്ട് അച്ഛാ. അതിപ്പോൾ നമ്മൾ യൂറോപ്യൻസിനെ കുറിച്ച് പറയുമ്പോൾ ഫുട്ബോൾ അവരുടെ ബ്ലഡിലുണ്ട് എന്ന് പറയുന്ന പോലെ അത് ഞാൻ കൊച്ചുകുട്ടികളെയൊക്കെ നോക്കി. ഇപ്പൊ വലിയവർ മാത്രമല്ല, കൊച്ചുകുട്ടി ഇത്രയും പൊക്കമുള്ള കുട്ടികളല്ലേ, അവര് പോലും ഈ അവരുടെ കാലിന്റെ ഭയങ്കര അവരുടെ രക്തത്തിലുണ്ടത്. ഒരു പാട്ട് കേൾക്കുമ്പോൾ അവർ കാലെടുത്ത് ഇങ്ങനെ വെച്ച് കൈയും വെച്ച് ഇങ്ങനെ ആടാൻ തുടങ്ങുകയാണ്. കുർബാനയൊക്കെ കൊണ്ട് തന്നെ ആഘോഷമല്ലേ? കുർബാനയൊക്കെ എന്ന് പറയുന്നത് വളരെ ആഘോഷമാണ്. നമ്മുടെ യൂക്കരിസ്റ്റ് കുർബാന എന്ന് പറയുന്ന സെലിബ്രേഷൻ ആണ് അല്ലേ? ആ ഒരു സെലിബ്രേഷൻ ഫീല് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മിഷണറി അച്ഛന്മാര് പറയാറുണ്ട്. ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ആഫ്രിക്ക അല്ലേ? അച്ഛനത് പറഞ്ഞു കണ്ടോ. ഞാൻ ആഫ്രിക്ക പോയ ആളാണെങ്കിലും അച്ഛൻ കൃത്യ വാക്ക് പറഞ്ഞു. അത് ആഘോഷമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കാഴ്ചവെപ്പിനൊക്കെ അവർ വരുന്നത് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ കാഴ്ചവെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു 10-20 പേരുടെ ഗ്രൂപ്പ്, ചെണ്ടയും പീപ്പിയും അതുപോലെ അവരുടെ ഫലങ്ങളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ തുള്ളിച്ചാടിയാണ് ഈ കാഴ്ച ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കാൻ വരുന്നത്. ഇതിപ്പോൾ എൻ്റെ സഭാംഗങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. കാരണം എനിക്ക് ആഫ്രിക്കയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഒരു അവകാശമില്ല. ഞാൻ അവിടെ ചുരുങ്ങിയ മാസങ്ങളെ നിന്നിട്ടുള്ളൂ. ഇതിനേക്കാളിലൊക്കെ എത്രയോ വർഷങ്ങൾ പ്രവർത്തിച്ച ആൾക്കാരവിടെ ഉണ്ട്. പക്ഷേ ഞാൻ നിന്ന സമയത്ത് കണ്ട ചില കാര്യങ്ങൾ ഒന്ന് അച്ഛൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എനിക്കും ഇത് അനുഭവങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ബാച്ചിൽ ജോമി പാത്തിക്കുളങ്ങര CMI ബിജനോർ പോയിൻസിൽ അച്ഛനൊക്കെ വന്നിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം അല്ലേ അച്ഛാ? അതിനുശേഷം നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്കൊക്കെ വരാം. നെഞ്ചുരുകും വേദനയിൽ കാൽവരി നിൽക്കേ, കണ്ണുനീരിൻ കവിതകളാൽ കരൾ തിളർക്കേ, ദൈവപുത്രനാകുമീശോ 3-ാം നാളിൽ ഉദ്ധിതനായി പാപമാകുമന്ധകാരം ഭൂവിൽ നിന്നും മാഞ്ഞതെന്നും മരക്കുരിശേറി ദൈവം മർത്യപാ
ഇരുളല നീക്കാൻ പാരിൽ കതിരവനവൻ വന്നു. നന്ദിയായി പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയായി പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. പാപത്തിൻ്റെ കൂരിരുളിൽ, ലോകത്തിൻ്റെ മായകളിൽ വീണുപോയ മാനവാനീ, ഉള്ളുരുകി കരഞ്ഞിടുമ്പോൾ കരമേകി നെഞ്ചോടു ചേർത്തണയ്ക്കാൻ പുതുജീവൻ നിന്നിൽ പകർന്നു നൽകാൻ ഉയർത്തെഴുന്നേറ്റവനേശു ദൈവത്തിൻ സൂര്യൻ, നിന്നേകരക്ഷകനീശോ. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നെഞ്ചുരുകും കവിതകളാൽ കാൽവരി നിൽക്കേ, കണ്ണുനീരിൻ വേദനയാൽ കരൾ പിളർക്കേ, ദൈവപുത്രനാകുമീശോ മൂന്നാം നാളിൽ ഉത്ഥിതനായി, പാപമാകുമന്ധകാരം ഭൂമിയിൽ നിന്നും മാഞ്ഞകന്നു. മരക്കുരിശേറി ദൈവം മർത്യപാപം നീക്കിയിടുവാൻ, ഇരുളല നീക്കാൻ പാരിൽ കതിരവനവൻ വന്നു. നന്ദിയായി പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയായി പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയായി പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. ജോസച്ച മനോഹരമായ ഗാനം കേട്ടോ. അച്ഛൻ ശരിക്കും എൻജോയ് ചെയ്ത അച്ഛൻ പാടിയത് കേട്ടിരിക്കാൻ നല്ല രസം, നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. വളരെ മനോഹരമായ ഗാനം, സുന്ദരമായി. നമ്മുടെ സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധിക അവർ എനിക്ക് തോന്നുന്നു നോമ്പുകാല സമയത്ത് പാടിയൊരു ഹിറ്റ് ഗാനം അല്ലേ? അച്ഛൻ്റെ വിശേഷമായിട്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ. അച്ഛാ, നമ്മൾ അച്ഛൻ്റെ വിശേഷങ്ങൾ ഒത്തിരി നമ്മളിപ്പോൾ ഡീപ്പോളിലായിരുന്നപ്പോഴും അതുപോലെ ബോംബെ അവിടുത്തെ താബോർ മിനിസ്ട്രി അവിടുത്തെ ശുശ്രൂഷ കേന്ദ്രത്തിലെയും അതുപോലെ ആഫ്രിക്കൻ മിഷൻ എല്ലാം നമ്മൾ കേട്ടു കേട്ടോ. വളരെ എല്ലാത്തിലും ഒരു അച്ഛൻ്റെ ടച്ച് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അച്ഛാ. ശരിക്കും നല്ലൊരു എപ്പിസോഡുകളായിരുന്നു. അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇതിപ്പോൾ 3ാമത്തെ എപ്പിസോഡാണ്. വളരെ സുന്ദരമായിരുന്നു അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛൻ്റെ വീക്ഷണവും. എനിക്ക് തോന്നുന്നത് ഇനി വലിയൊരു മിനിസ്ട്രിയിലേക്ക് അച്ഛൻ പോകാൻ പോവുകയാണ് അല്ലേ? അതിൻ്റെ ഒരുക്കങ്ങളും കൂടിയൊക്കെയാണ്. ഇപ്പോൾ ഒരു USA പാസ്റ്ററൽ മിനിസ്ട്രി ആയിട്ടൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിലെല്ലാം ശോഭനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛാ. ഒത്തിരി സന്തോഷം, ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം. എനിക്കും വളരെ സന്തോഷമുണ്ട് അച്ഛാ, ഈ ശലോമിലൊക്കെ വരാൻ പറ്റിയതിലും ഇതുപോലെ ഒരു മ്യൂസിക്കൽ എപ്പിസോഡിലൊക്കെ ഇങ്ങനെ ഒരു വേദിയിലിരിക്കാൻ പറ്റിയതിനെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ച് അച്ഛനും നന്ദി. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അച്ഛാ, അപ്പോൾ നമ്മുടെ അവസാനത്തെ എപ്പിസോഡാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ ഒരു പാട്ടും കൂടെ കേട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. എല്ലാവരും അത് കാത്തിരിക്കുന്നു. ഒരു പാട്ടിലേക്ക് പോയാലോ? ഉറപ്പായിട്ടും ജോസച്ച. ഫാദർ ഷാജു ബെർണാഡ് എനിക്ക് പ്രിയപ്പെട്ട അച്ഛനാണ്. IC അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമുണ്ട്. അദ്ദേഹം തന്നെ എഴുതി ഒത്തിരി നാളെടുത്ത് അദ്ദേഹത്തിൻ്റെ പച്ചയായ ജീവിത അനുഭവങ്ങളിലൂടെ അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെ എഴുതിയ ഒരിക്കലാണ്.
അദ്ദേഹം തന്നെ സംഗീതം കൊടുത്താണ് ആ ഒരു ഗാനം ഇപ്പോൾ. ഓക്കെ ഓക്കെ. നെഞ്ചു പിളർന്ന് കരയുന്ന നേരം നെഞ്ചകം കാട്ടി എന്നെ മാടി വിളിക്കുന്നു. നെഞ്ചു പിളർന്ന് കരയുന്ന നേരം നെഞ്ചകം കാട്ടി എന്നെ മാടി വിളിക്കുന്നു. സവിധം മണഞ്ഞ് പാപം പൊറുക്കാൻ സ്നേഹാർദ്രനവനെന്നെ ചുംബിക്കുന്നു. സവിധം മണഞ്ഞ് പാപം പൊറുക്കാൻ സ്നേഹാർദ്രനവനെന്നെ ചുംബിക്കുന്നു. സ്നേഹാർദ്രനവനെന്നെ ചുംബിക്കുന്നു. മനുജനു സഹിക്കുവാൻ കഴിയുന്നതിനും വലുതാണവനേറ്റ പീഡകളെല്ലാം. മനുജനു സഹിക്കുവാൻ കഴിയുന്നതിനും വലുതാണവനേറ്റ പീഡകളെല്ലാം. എങ്കിലും അവൻ നിന്റെ വേദന കണ്ട് ഹൃദയം നുറുങ്ങി കരയുന്നിതാ. എങ്കിലും അവൻ നിന്റെ വേദന കണ്ട് ഹൃദയം നുറുങ്ങി കരയുന്നിതാ. നെഞ്ചു പിളർന്ന് കരയുന്ന നേരം നെഞ്ചകം കാട്ടി എന്നെ മാടി വിളിക്കുന്നു. സവിധം മണഞ്ഞ് പാപം പൊറുക്കാൻ സ്നേഹാർദ്രനവനെന്നെ ചുംബിക്കുന്നു. സ്നേഹാർദ്രനവനെന്നെ ചുംബിക്കുന്നു. സ്നേഹമയന്നവൻ സ്നേഹിതനാണവൻ എൻ്റെ നാഥൻ ക്രിസ്തുവെന്നും. സ്നേഹമയന്നവൻ സ്നേഹിതനാണവൻ എൻ്റെ നാഥൻ ക്രിസ്തുവെന്നും. മനുജകുലത്തെ രക്ഷിപ്പാനായി തൻ്റെ
ജനത്തോട് ചേർന്നവനേ, മനുജകുലത്തെ രക്ഷിപ്പാനായി തൻ്റെ ജനത്തോട് ചേർന്നവനേ, നെഞ്ചു പിളർന്ന് കരയുന്ന നേരം നെഞ്ചകം കാട്ടി എന്നെ മാടി വിളിക്കുന്നു. നെഞ്ചു പിളർന്ന് കരയുന്ന നേരം നെഞ്ചകം കാട്ടി എന്നെ മാടി വിളിക്കുന്നു. സവിധം മണഞ്ഞ് പാപം പൊറുക്കാൻ സ്നേഹാർദ്രനവനെന്നെ ചുംബിക്കുന്നു. സവിധം മണഞ്ഞ് പാപം പൊറുക്കാൻ സ്നേഹാർദ്രനവനെന്നെ ചുംബിക്കുന്നു. സ്നേഹാർദ്രനവനെന്നെ ചുംബിക്കുന്നു. വിപിനിച്ച എപ്പോഴത്തെയും പാട്ടുകൾ പോലെ വളരെ ടച്ചിങ് ആയിട്ട് അച്ഛൻ പാടി, വളരെ സുന്ദരമായിട്ട് പാടി, നല്ല പാട്ട്. താങ്ക് യു അച്ഛാ. ഈ സമയത്ത് പ്രത്യേകിച്ച് വരികൾ എഴുതിയ സംഗീതം നൽകിയ ഷാജു ബർണാഡ് തീർച്ചയായിട്ടും ഓർക്കുന്നു. അച്ഛൻ പറഞ്ഞല്ലോ ഇത് ഹൃദയത്തിൽ നിന്ന്. എനിക്കത് അച്ഛൻ പാടിയപ്പോൾ തന്നെ അത് ആ വരികൾ തീർച്ചയായിട്ടും ഹൃദയത്തിൽ നിന്ന് വന്ന വരികളായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ പാടിയപ്പോൾ. ഷാജു അച്ഛൻ്റെ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. ഈ സമയത്ത് താങ്ക് യു കേട്ടോ. ഷാജു അച്ഛനെ നന്ദിയോടെ ഓർക്കുകയാണ് ആ ഒരു പാട്ട് തന്നേനെ. അച്ഛാ ഒത്തിരി സന്തോഷം അച്ഛാ. ജസ്റ്റ് നമ്മുടെ ഈ എപ്പിസോഡോട് തീരുകയാണല്ലോ. വളരെ ശരിക്കും ഞാൻ നന്ദി പറയുക. കാരണം അച്ഛൻ എന്ന ഒത്തിരി കാര്യങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിൻസെൻഷൻ സഭാംഗമായിട്ട് പ്രിയപ്പെട്ട ജോസ് കളപ്പുരയ്ക്കൽ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ ഈ സമയത്ത് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് കേട്ടോ. പ്രിയപ്പെട്ട അച്ഛന് ജന്മം നൽകിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഒത്തിരി ഒരു ഭയങ്കര, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര സന്തോഷവും ഭയങ്കര എനർജിയും. എനിക്ക് തോന്നുന്നത് ഇനിയും ഒത്തിരി മേഖലകളോട് അച്ഛൻ കൈവച്ച്, വിദ്യാഭ്യാസ മേഖല, പാസ്റ്റർ മേഖല, ധ്യാന മേഖലകൾ, ഇനി പുതിയ മേഖലയിലേക്ക് പോകുമ്പോഴാണ് എല്ലാ ഇടങ്ങളിലും അച്ഛൻ്റെ ഒരു പ്രസൻസ് തന്നെ ഒരു ഹീലിംഗ് പ്രസൻസാണ്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ, ശാലം ടി വിയുടെ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഹെവൻലി മെലഡീസിൻ്റെ എൻ്റെ പിന്നിലുള്ള എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹത്തോടെ ഞാൻ രേഖപ്പെടുത്തിയാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ജോസ് കളപ്പുരയ്ക്കലച്ഛനുമായിട്ടുള്ള എപ്പിസോഡുകളിലാണ് നമ്മൾ അച്ഛൻ്റെ വിശേഷങ്ങൾ, പാട്ടുകളും ഒക്കെയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഗാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടെത്താം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം,